കപ്പ് ലഞ്ച് ബൈ തന്നെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ, ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാണ്. പൂക്കളം 2ാം ദിവസവും കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കിഴക്കേ നടയിലോട്ട് നടക്കുകയാണ്. അപ്പോൾ പൂവിക്കുന്ന അങ്കിള് ചിണ്ടിക്ക് കുറച്ച് മുല്ലപ്പൂവൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ വെച്ച് ചിണ്ടി ഹാപ്പി ആയിട്ട് പോന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും ചിന്തയും പൊപ്പയും അവിടെ എത്തി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അവരവിടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തിരക്കുള്ള സമയമാണെങ്കിൽ എനിക്ക് കുറച്ച് ടെൻഷനും കൂടിയാണ്. അപ്പോൾ അവരെ ഞാനിങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഈ ഒരു ചേട്ടൻ അവിടെ വിളിച്ചിരുത്തിയിട്ട് പൂവ് വെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി കേട്ടോ. അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ടുള്ള ചേട്ടന് വിജീഷ് എന്നാണ് പേര്. ആള് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ആള് ഒരു യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇരുത്തി. അവരെ ആയിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുറേ വീഡിയോസ് എടുത്തു, ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോന്നു കേട്ടോ. എന്തായാലും മമ്മി പൊയ്ക്കോളാൻ പറഞ്ഞ് എന്നെ വിട്ടു അവർ. അത്രയ്ക്കും സന്തോഷം തോന്നി അവർക്ക് അവിടെ ഇരുത്തിയപ്പോൾ. എന്തായാലും മക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷം. കാരണം ഇങ്ങനെ അവർ പൂവൊക്കെ എടുത്ത് ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വല്ലാതെ എറിയണ്ട, പൂക്കളൊക്കെ കേടാവും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവർ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ബ്ലാക്ക് വരാതെ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിൾ വെട്ടിക്കോളൂ, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ചേച്ചിമാരനൊക്കെ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഗുരുവായൂർ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ചേച്ചിമാരൊക്കെ കോഴിക്കോട് നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ ഇരിക്കണതൊക്കെ. അപ്പോൾ അവർ പൂവെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, നല്ല നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പണ്ട് ജേർണലിസ്റ്റായിട്ട് പത്രത്തിലും ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയി വീഡിയോസ് എടുക്കുക, ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ നടന്ന് കളടുന്നത് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിന്തയും പൊപ്പയിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പിന്നാലെ ഓടി. കാരണം അവർ കുറേ നേരം അവിടെ പൂ വെട്ടിയിരുന്നു. പിന്നെ അവർക്ക് ഓടാൻ തോന്നി. അങ്ങനെ ഇതാ ഓടിക്കളിക്കുകയാണ് അവർ. കുറേ നേരം ഹാപ്പിയായി നടന്നു. അങ്ങനെ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബെഞ്ചിലിരുത്തി. അപ്പോൾ ഇവിടെ ബെഞ്ചിൽ ഇരുന്ന് കാണുന്നുണ്ട് കുറച്ച് നേരം കേട്ടോ. അപ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു പോരുന്നത് കേട്ടോ. അപ്പോൾ ഗണേശ ചതുർത്ഥി അല്ലേ. അപ്പോൾ ഗണേശൻ്റെ മുഖത്തോട് കൂടിയിട്ടുള്ള പൂക്കളം തന്നെ കണ്ടുകൊണ്ട് ഞങ്ങൾ ദിവസം ആരംഭിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അതോടൊപ്പം ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സെൽഫീസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സമയം കൂടി നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മക്കൾ അത്രയും നേരം ഒന്ന് ഉറക്കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം പോവാന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തിരുന്നത് ചിന്തയാണ്. അപ്പം ചിന്തയുടെ കൈയൊക്കെ ഇടയ്ക്ക് പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോരുന്നത് വഴി നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള മിൽമയിൽ കയറിയിട്ട് മക്കൾക്ക് കോക്കനട്ട് ബണ്ണും ഹോർലിക്സും വാങ്ങിച്ചു കൊടുത്തു. മിൽമ എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നിട്ട് ഞാനൊരു കോഫി കുടിച്ചു. ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല. ഒരു നൈറ്റ് ഡ്രൈവും അതുപോലെ തന്നെ എന്തെങ്കിലും കോഫി ആയിട്ടോ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കുന്ന അവർക്ക് ഇപ്പോൾ ആ സ്നാക്സ് കഴിക്കലൊരു നിർബന്ധമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ശീലാക്കണ്ട, എന്നൊന്നും വാങ്ങിക്കണ്ടെന്ന് പറയാം. എന്നാലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കൂട്ടോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പൂക്കളം മൊത്തത്തിൽ കാണാൻ വേണ്ടി വന്നേക്കാണ്. കണ്ടു നോക്കാം. ഗണേശ ചതുർത്ഥി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നടയിൽ നിന്ന് ഞങ്ങൾ തൊഴാണ്. അപ്പോഴാണ് ഗോപൂജയ്ക്കായിട്ട് ഒരു പശുവിനെയും കുട്ടീനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിന്തയും പൊപ്പയും നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ പൂക്കളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, റീലെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പശുക്കുട്ടിയുടെ പിന്നാലെ ഓടിയിട്ടോ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ട് നോക്കിക്കോളാം പറഞ്ഞു. അങ്ങനെ അവർ തൊട്ട് നോക്കുകയാണ് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ. അങ്ങനെ പശുവും പശുക്കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ശാന്തി അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ കളത്തിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് അവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ ഇത്ര അടുത്ത് പശുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അവരധികം അങ്ങനെ അടുത്ത് നിന്നിട്ട് പശുവിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ.
എന്ത് തോന്നിയിട്ടാണോ രണ്ടുപേരും പൂക്കളത്തിൻ്റെ അടുത്ത് ഇരുന്നു ഫോട്ടോ എടുക്കാനും റീലെടുക്കാനും കുറച്ച് നേരം, അല്ലെങ്കിൽ അങ്ങനെ ഓടി നടക്കലാണ്, വിളിച്ചാലൊന്നും ചിലപ്പോൾ വന്നൊന്നും വരില്ല. അങ്ങനെ ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് അവരെ കുറച്ച് നേരം ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് പൂക്കളം കാണാനായിട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ എത്രയും ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ, മതി വരുവോളം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തിരക്കൊക്കെ ഉണ്ട്, എന്നാലും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്തയ്ക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണുണ്ടായി ഞാൻ ഓടി വരും എന്തെങ്കിലുമൊക്കെ ഇൻട്രോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇൻട്രോ ഓൾറെഡി ഒക്കെ എടുത്തു കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. എനിക്ക് അറിയില്ല പേരൊന്നും ആ കുട്ടിയുടെ. എന്തായാലും താങ്ക്സ് അലോട്ട്. ഞാൻ അപ്പം തന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞു, പക്ഷേ പേരൊന്നും ചോദിക്കാൻ പറ്റില്ല, ആ കുട്ടിയും തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.